പല സന്ദർഭങ്ങളിലും നാം ചിന്തിക്കുന്നത് പശ്ചാത്താപം കുറ്റകരമായ ഒരവസ്ഥയാണെന്നാണ്. ഒരിക്കലുമല്ല. പശ്ചാത്താപം കുറ്റകരമായ ഒരവസ്ഥയല്ല. പശ്ചാത്താപം കുറ്റത്തിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരവസരമാണ്. തെറ്റുകളിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരവസരമാണ്. ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. അപ്പോൾ അവിടെയാണ് ഒരു കുമ്പസാരത്തിനുള്ള വേദി തുറക്കപ്പെടുന്നത്. കുമ്പസാരക്കൂട്ടിലേക്ക് നടന്ന് അടുക്കുമ്പോൾ തന്നെ മനസ്സിൽ ചിന്തിക്കുകയാണ്, പശ്ചാത്തപിക്കാൻ ഞാൻ പോവുകയാണ്, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. നമ്മളെ വിശുദ്ധ കുർബാനയുടെ ഭാഗങ്ങളിൽ നമ്മൾ അത് തന്നെയാണ്, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. കണ്ട അവിടെ നമ്മൾ പറയുകയാണ്, ഞാനാണ് തെറ്റുകാരൻ, ഞാനാണ് തെറ്റ്. അപ്പോൾ അവിടെ തന്നെ സഭ നമ്മെ കൊണ്ടുപോകുന്ന ഒരു പശ്ചാത്താപത്തിലേക്കാണ്. ആ പശ്ചാത്താപം വലിയ ശക്തിയുണ്ട്. പശ്ചാത്തപിക്കുന്ന ഒരാളെ സഹായിക്കാതിരിക്കാൻ ദൈവത്തിന് കഴിയുകയില്ല. പശ്ചാത്തപിക്കുന്ന ഒരാളിലേക്ക് നീണ്ടു വരാതിരിക്കാൻ ദൈവത്തിൻ്റെ കരത്തിന് കഴിയുകയില്ല. എന്നാൽ എപ്പോഴാണ് ദൈവത്തിൻ്റെ കരത്തിൽ നിന്നൊരു വ്യക്തിക്ക് മാറി നിൽക്കാൻ കഴിയുന്നത്, അല്ലെ അങ്ങനെ നിൽക്കാൻ കഴിയുന്നത്? ദൈവത്തിൻ്റെ കരം എപ്പോഴും നീണ്ടു വരുന്നുണ്ട്. ആ നീണ്ടു വരുന്ന ദൈവത്തിൻ്റെ കരത്തിൽ നിന്ന് വേണമെങ്കിൽ ഒരാൾ കൂടി ഒളിക്കാം. അയാൾക്ക് പറയാം, എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ആവശ്യമില്ല എന്ന് പറയുന്ന ഒരാളെ രക്ഷിക്കുന്നതിലും വലിയ ശിക്ഷ അയാൾക്ക് കൊടുക്കാനൊന്നുമില്ല. നിങ്ങൾ പറയുകയാണ്, എനിക്ക് ഇഷ്ടമില്ല, എനിക്ക് അങ്ങോട്ട് പോകാൻ ഇഷ്ടമില്ല, എന്നിട്ട് നിങ്ങളെ നിർബന്ധിച്ച് ഒരാൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നുവെങ്കിൽ അയാൾ നിങ്ങളോട് ചെയ്യുന്ന അതീവ ക്രൂരമായ ഒരു കാര്യമാണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് ആ കാഴ്ചപ്പാട് വളരെ വ്യക്തമായും ക്ലിയറായിട്ടും കിട്ടുന്നത്. ഇത് രക്ഷാകരമായ പശ്ചാത്താപം നമ്മിൽ ഉളവാക്കുന്നതാണ് എന്ത് ഈ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം എന്ന് പറയുന്നത്.